ഹലോ, ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് പല ആളുകളും സാമ്പത്തികമായിട്ട് വലിയൊരു എന്താ പറയുക, താങ്ങാൻ പറ്റാത്ത ഒരു കേസായതുകൊണ്ടാണ് ഈ കാറൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു യൂസ്ഡ് വണ്ടി നോക്കി നടക്കുന്നത്. ഒരു 1,00,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ 80,000 രൂപ ഒരു ബഡ്ജറ്റിൽ യൂസ്ഡ് കാറുകൾ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ ഒരു ബ്രദറിന് കിട്ടിയ ഒരു പണിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കണ്ണൂർ ഓട്ടോ ബോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് അവർ മഹീന്ദ്രയുടെ കൂടെയുള്ള അവരുടെ തന്നെ ഒരു ബ്രാഞ്ചാണ് കണ്ണൂരിലുള്ള ഓട്ടോ ബോട്ട്. മഹീന്ദ്ര അറിയാൻ യൂസ്ഡ് വാഹനങ്ങൾ ഒരുപാട് വിറ്റഴിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിയൊക്കെ തന്നെയാണ്. അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ആളുകൾ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരങ്ങനെ ചീറ്റ് ചെയ്യുന്നൊരു പാർട്ടിയാണ് എന്ന് എനിക്ക് 100% ഞാൻ പറയുന്നില്ല. പക്ഷെ ചെറിയൊരു ശതമാനം അവരുടെ ഭാഗത്ത് അശ്രദ്ധയും കാര്യങ്ങളും വന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. കാര്യം, എൻ്റെ ഒരു ബ്രദർ ഒരു വാഹനം വാങ്ങിച്ചു. ഡട്സൺ റെഡിഗോ എന്ന് പറയുന്നത് 2018 പൂർണ്ണമായിട്ടും നിർമ്മാണം നിർത്തിയ ഒരു കമ്പനിയുടെ വണ്ടി വാങ്ങിച്ചു. ഏതാണ്ട് 1,25,000 രൂപയോളം മുടക്കിയാണ് ആ ഒരു വണ്ടി എടുത്തത്. ആദ്യത്തെ ഒരു 3 മാസം വണ്ടി നന്നായിട്ട് ഓടി. പക്ഷെ ഈ ഒരു വണ്ടി സഡൻലി 3 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിന് ഒരു യാത്ര പോയി തിരിച്ചു വരുന്ന സമയത്ത് ഫ്രണ്ടിലെ ബോണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുകയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. പുകയും കാര്യങ്ങളൊക്കെ വന്നു. നമ്മളത് ഒരു അടുത്തുള്ള സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അവർ അന്ന് പറഞ്ഞതിൽ ഓയിൽ ലീക്കിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് പുക വരുന്നത്. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് ഏതാണ്ട് 9,000 രൂപ കൊടുത്തു. അതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നു. നമ്മൾ വീണ്ടും ഒരു എന്താ പറയുക, മറ്റൊരു സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് ഈ വണ്ടിയുടെ 3 സിലിണ്ടറിൽ 1 സിലിണ്ടർ കംപ്ലീറ്റ് പോയി എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളാണെങ്കിൽ ആ വണ്ടി അവൻ്റെ പേരിലേക്ക്, ബ്രദറിൻ്റെ പേരിലേക്ക് കംപ്ലീറ്റ് മാറ്റുകയും ചെയ്തു. നമുക്ക് ലീഗലി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ വണ്ടി വാങ്ങി 3 മാസം കഴിഞ്ഞ് കംപ്ലീറ്റ് എൻജിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ കമ്പനിയിൽ വിളിച്ചു നോക്കാം. അവർ വിളിച്ചപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ എന്താണ് പിന്നെ വണ്ടി എടുത്തിട്ട് 3 മാസമായില്ലേ, വേണമെങ്കിൽ സർവീസ് ഞങ്ങൾ പറയുന്ന സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് പ്രൈസിൽ ഞങ്ങൾ സർവീസ് ചെയ്ത് തരാം, ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. മാനേജർമാരും അതിൻ്റെ മുകളിലുള്ള ആളുകളും പല ആളുകളും വിളിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എടുക്കുന്ന ആളുകളോടാണ്, നിങ്ങളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും നല്ല സർവീസ് സെൻ്ററിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ആയിട്ടുള്ള ആളുകളെ കൊണ്ടുപോവുക, ചെക്ക് ചെയ്യുക. എന്നിട്ട് അവരുടെ വണ്ടി ഓക്കെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ട് 2,000 രൂപയൊക്കെ കൊടുക്കുന്നതിന് പകരം 5,000 തന്നെ കൊടുത്തു. കാരണം നിങ്ങൾ 75,000 80,000 1 ലക്ഷം കൊടുത്തിട്ട് എടുക്കുന്ന വണ്ടിയാണ്. ഒരു 5,000 നിങ്ങൾ സർവീസ് സെൻ്ററിലെ ചെന്നൈക്ക് ആ സുഹൃത്തിന് നിങ്ങളൊരു 5,000 കൊടുത്തതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം മൊത്തം വിഷമിക്കാനുള്ള അത്രയും വലിയൊരു നഷ്ടം സംഭവിക്കും. ഒരു 5,000 കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ 5,000 രൂപ അങ്ങനെ കൊടുക്കും. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ കമ്പനി കൊണ്ടുപോയിട്ട് ബാക്കി കമ്പ്യൂട്ടർ ചെക്കിങ് കാര്യങ്ങൾ കമ്പനി കൊണ്ടുപോയി ചെയ്യുക. എൻജിൻ ബേസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു മെക്കാനിക്കിന് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ എത്ര വണ്ടി ഓടിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ നമുക്കതിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചുമ്മാ ഓടിച്ചു നോക്കുക. അപ്പോൾ ചില ആളുകൾ എൻജിൻ ഫെയിൽഡായിട്ട് എന്താ പറയുക, വലിയൊരു കാശ് മുടക്കിയിട്ട് തൽക്കാലം ഒരു 3-4 മാസം 5-6 മാസം നന്നായിട്ട് ഓടാനുള്ള ഒരു റണ്ണിങ് കണ്ടീഷനിലാക്കിയിട്ട് നമ്മുടെ കയ്യിലോട്ട് വണ്ടി തരും. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടിക്ക് വണ്ടി വിൽക്കും. അവരെന്താ ചെയ്യുക, അവർ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കും, നേരെ വണ്ടി അടുത്ത പാർട്ടിക്ക് വിൽക്കാനാണ് നോക്കുക. അങ്ങനെ പെട്ടുപോയ കേസാണ്. അപ്പോൾ നിങ്ങളതിനെ പെടരുത്. കാര്യം നമുക്ക് അത്രയും ഏകദേശം 10-7 ഇനിയിപ്പോൾ അത് ആക്രി വിലക്ക് തൂക്കി വിറ്റാൽ പോലും 50,000 കൂടുതൽ കിട്ടില്ല. അല്ലെങ്കിൽ 50,000 കുറവാണ്, 40,000 30,000 കിട്ടും. നമ്മളതിന് 4 പുതിയ ടയർ കയറ്റി അതിന് പല കാര്യങ്ങളും ചെയ്തു, എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു, അതിനൊക്കെ ഒരുപാട് കാശ് പോയി. അപ്പോൾ എത്ര വിശ്വസിക്കാൻ പറ്റുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വാഹനങ്ങൾ വിൽക്കുന്ന ഡീലറാണെങ്കിലും നിങ്ങളേതായ നിലക്ക്, ഞാൻ പറയുന്നില്ല, ഒരു സർവീസ് സെൻ്ററിൽ ഒരാളെയും കൂടി കൂട്ടിക്കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല പോപ്പുലർ ആയിട്ടുള്ള വാഹനങ്ങൾ തന്നെ എടുക്കുക. മാരുതിൻ്റെയോ അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പാർട്സുകൾ എളുപ്പം കിട്ടുന്ന കമ്പനിയാണ് അതൊക്കെ. നിങ്ങൾക്ക് പെട്ടെന്ന് പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഒരു വണ്ടി ആകുമ്പോൾ ഡട്സൺ റെഡിഗോ ആകുമ്പോൾ പാർട്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള പെടൽ പോയിട്ട് പെടാതിരിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാവേ. ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി. ഈ ഒരു വണ്ടിയുടെ എനിക്ക് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും.
അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എൻജിനാണ് പ്രശ്നം വന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് വണ്ടി കണ്ടോ നിർത്തിയിട്ട് വെച്ചതുകൊണ്ട് സ്റ്റിയറിങ്ങിൻ്റെ സൈഡിലും മൊത്തം പൂപ്പലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഓവറോൾ കാണാൻ നല്ല നീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു എൻജിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് നമുക്കിങ്ങനെ സൈഡായിട്ട് ഇട്ടേക്കൊണ്ട് വന്നു. ഇത് നിർത്തിയിട്ടിട്ട് ഇപ്പോൾ ഒരുപാടായി, 5-8 മാസം. ഇനിയിപ്പോൾ ഒരു ബോണറ്റിൻ്റെ സൈഡ് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചിട്ട് കണ്ടോ. വണ്ടി നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടാൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കംപ്ലൈൻറ്റ് ഉണ്ട് എന്നൊന്നും തോന്നില്ല. ആ ഒരു രീതിക്കാണ് വണ്ടി കിടക്കുന്നത്. ഇതാണോ നിങ്ങൾ ബാറ്ററി ഇപ്പോൾ വീഡിയോ വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ എടുക്കുന്നവരോട് പറയാനുള്ളത് വണ്ടിയുടെ പുറമേയുള്ള ലുക്കും കാര്യങ്ങളും കണ്ടിട്ട് വണ്ടി എടുക്കാണ്ടിരിക്കുക. അങ്ങനെ എടുത്തിട്ട് പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാശും പോവും, സമയവും പോവും, എല്ലാം പോയി കിട്ടും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വണ്ടി എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഞാൻ പറഞ്ഞത്. ഇതാണ് ഓട്ടോ ബോട്ട് കണ്ടോ. ഓട്ടോ ബോട്ടിന് അവരുടെ സ്റ്റിക്കറും കാര്യങ്ങളും ഇതിൻ്റെ മുകളിൽ തന്നുണ്ട്. ബില്ലും കാര്യങ്ങളും ഇപ്പോഴും നമ്മളെ കയ്യിൽ തന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്.